നിനക്ക് ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഞങ്ങളെ എന്തിനാണ് നീ ഏതാണെന്നറിയാമോ? മിന്നാരത്തിനകത്ത് ജഗതി ചേട്ടൻ എന്റെ ഭാര്യ എന്തിനാണ് നിനക്ക് ഗർഭം കിടക്കാൻ എന്റെ ഭാര്യ കിട്ടിയോളാ എന്ന് വെളിയിൽ മറ്റേ ഹെൽമെറ്റ് വെച്ചോണ്ടിരുന്ന് ചോദിക്കത്തില്ലേ. ഇവനെ അഭിഷേകനെ ഈ ദശിടി ബൂത്തിനകത്ത് ഇരുത്തിയിട്ട് പുറത്ത് നമ്മളെ റിയാസിനെയോ ആരെങ്കിലും ഇരുത്തണം. പിന്നെ ഇയാളൊരു ഫ്രണ്ട് ആര്യൻ ചെയ്ത തെറ്റ് ചെയ്തിട്ട് ലാലേട്ടനോട് എതിർത്ത് കഴിഞ്ഞാൽ നാട്ടുകാർ അവനെടുത്ത് കൊടുക്കും. കാരണം അവൻ അല്ലെങ്കിൽ നമ്മളെന്ത് വേണം, ലാലേട്ടൻ എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആരോ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞ വിഷയവും നമ്മളെടുത്ത വിഷയവും ശരിയാണെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇത് ഉറച്ച് നീ ഇന്നലെ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞു. ഓപ്പണായിട്ട് എന്ന് പറ, എന്തിനാണ് അതിനകത്ത് കരയേണ്ട കാര്യം? ആര്യം പോയി കരഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കൊണ്ടിറങ്ങിയപ്പോൾ. മഹാപരാധമല്ലോ, ബലാത്സംഗം ഒന്നുമല്ലല്ലോ ചെയ്ത്, ഉമ്മയല്ലേ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്തെന്ന് പറയാൻ കൊടുത്തില്ലെങ്കിലും കൊടുത്തെന്ന് പറയാം, ഇത് ക്രെഡിറ്റ് ഇരിക്കേണ്ടത് അല്ല. നമ്മുടെ സീസണിൽ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. ഇല്ല അതേതാടി അച്ഛൻ പറഞ്ഞു 27-28 വയസ്സായില്ലേ പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കഴിപ്പിക്കുന്നത് അത് ഞാനോട് ഉച്ചക്ക് ബീഫ് ചിക്കന് അതായത് ഇറച്ചില്ലാതെ പറ്റില്ല. ഇതൊക്കെ ഇരുന്നങ്ങ് തിന്നുക. വീട്ടിൽ നോക്കുമ്പോ ഒരു ഗുണവും ഇല്ല. കഴിക്കാൻ രാവിലെ മറ്റേ റിയാസ് ഖാന്റെ സീൻ ഓർമ്മ വരുന്നത് ഫിഷ് ഫ്രൈ. സീസൺ 6 എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് വരുന്ന റോള് ഓർമ്മിപ്പിക്കല്ലേ ഒരു കുഴപ്പമില്ല. സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നുണ്ട്. സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിൽ വന്നാ പറയാൻ വന്ന സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നതിന് പേര് റോഹിനി ചോദ്യം ഇപ്പൊ ചോദിച്ചല്ലോ. സീസൺ 6 എന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ടാണല്ലോ എന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇത് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരപ്പോഴേ കഴിഞ്ഞ 4-5 FIR എടുക്കും. വരുന്ന സമയത്ത് അകലായിട്ട് അവിടുന്ന് വരുമ്പോ കണ്ണിക്കടിക്കുന്ന ആദ്യം ധ്രുവം മൂട്. അല്ല, ഇതിന്റെ റിയാലിറ്റി എന്താണെന്നറിയോ? ഒരു ഈ സ്വർണം ഇടുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണെന്നും പറഞ്ഞ് എന്റെ വൈഫ് എന്നെ നിർബന്ധിപ്പിക്കുന്നതാണ് ഈ പരിപാടി. അപ്പം ഇതൊക്കെ അത് അവരുടെ ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും കരുതുന്നതാണ്. അപ്പം ഇതെല്ലാം പർച്ചേസ് ചെയ്യിപ്പിച്ചതൊക്കെ ലക്ഷ്മിയാ, റീസെന്റ് ആയിട്ട് മേടിച്ചതാ ഈ കൈ കിടക്കുന്നതൊക്കെ. മിൽമ മിൽക്ക് വിഷസ് യു എ ഹാപ്പി ഓണം. മലയാള സിനിമയിൽ ഇതുവരെ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേലായുധനായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ രൂപങ്ങൾ, ഭാവങ്ങൾ, വിശേഷമായിട്ട് കൂടിയുള്ള തകിൽമാര സെറീന ആൻഡ് അഭിഷേക്. നമസ്കാരം. നമസ്കാരം. ഇത് നിങ്ങൾ എങ്ങനെ ഒത്തു? സീസൺ 5 മാറുന്നു. 7 ഉണ്ട്. അതെ, ആക്ച്വലി 7 ഉണ്ട്. 7 ഉണ്ട് പറയുമ്പോ 7 ഉണ്ട്. ഇപ്പം ബിഗ് ബോസിൽ വൈൽഡ് കാർഡിൽ കയറിയ ലക്ഷ്മി ഇല്ലേ? അപ്പൊ 5, 6, 7. അതെ അതെ. ഇത് നമ്മൾ പൊതുവെ പറയും ഈ നിഷ്പക്ഷത പിടിക്കണം എന്നുള്ളത്. ഇത് സീസണിന്റെ കാര്യത്തിൽ വരെ അത് പിടിച്ചിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും അതെ, 4-ൽ നിന്നൂടെ ഒരാളെ അടുത്ത പടം എടുക്കണം. 1 മുതൽ പിടിക്കാം. ഈ പൊതുവെ ആദ്യം തന്നെ ചോദിക്കാൻ തോന്നുന്നതാ, ഈ BBL അതിന്റെ വലിയൊരു ഫെയിം, അതിന്റെ വലിയൊരു വേദിയും സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴും പൊതുവെ അതിൽ ഭൂരിഭാഗം പേരും ഈ സിനിമയെ സ്വപ്നം കൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു എയിം ഉണ്ടായിരിക്കും. ഇതിനായിട്ട് അപ്പുറത്ത് ഒരു വശം പറയാറുണ്ട്. ശരിക്കും BBL കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും അവിടെ അരിഞ്ഞേക്കാം, ഇല്ലാതായേക്കാം, കുറച്ചൊക്കെ തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ളതൊക്കെ. സത്യത്തിൽ അങ്ങോട്ട് തടസ്സമുണ്ടോ? ശരിക്കും ഇല്ലാന്നുള്ളതിന്റെ എക്സാമ്പിളാണ് ആ എണ്ണം വളരെ കുറവാണോ? മെജോറിറ്റി അപ്പുറത്തോട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് മേഖലയിലായാലും ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെടാത്തവൻ ചെയ്യാത്ത എന്തോ ഒന്ന് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നല്ല സിനിമാ നടന്മാരുണ്ട്. സിനിമാ മേഖലയിൽ എത്രയോ പേര് വേറും തൊഴുമ്പും കാണിച്ച് എത്രയോ കേസുകളിൽ പെട്ട് നശിച്ചു പോയിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ടുള്ളവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്, നശിച്ചും പോയിട്ടുണ്ട്. രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടവരുടെ മിടുക്ക്, നശിച്ചു പോയെങ്കിൽ അവർ രക്ഷപ്പെട്ടവരെ പോലെ ചിന്തിച്ചില്ല, പെരുമാറിയില്ല എന്നുള്ളതേ പറയാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ദൗർഭാഗ്യം എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലാതെ ബിഗ് ബോസ് എന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു ജനങ്ങളിലേക്ക് എത്താനും ജനത്തിന് കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നു എന്നുള്ളതാണ്. സെറീന ഇവിടെ എന്താ പറയാ, അഖിലേട്ടനാണെങ്കിലും അഭിഷേകനാണെങ്കിൽ നിങ്ങൾ മുമ്പ് പരസ്പരം മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്. പക്ഷെ സെറീന ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് ദുബായിലങ്ങ് അല്ലെ? ഞാൻ ആക്ച്വലി ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ദുബായ്. അതുകൊണ്ട് ഇവിടെ പ്രോഗ്രാമിന് വന്നും പോയി നിൽക്കുന്നോണ്ടാണ് നമ്മൾ അധികം കണ്ടിട്ട്. അതെ കുറവായിരുന്നു. സോ ഹബീബി, വെൽക്കം ടു കൊച്ചി. എങ്ങനെ ഇവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചേക്കേറാൻ ഒരു തീരുമാനത്തിലെത്തിയോ? കാരണം സിനിമകളും കാര്യങ്ങളും
കാരണം ഒരു ബിഗ് ബോക്സിന്റെ ഭാഗമായിട്ട് വന്നു, അതും കേരളത്തിലല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് പൊതുവെ. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടൊരു മൂവി നമുക്ക് പറയും പോലെ മാജിക്കൽ ഒരു ഡെസ്റ്റിനി ആണല്ലോ. നമുക്ക് അറിയത്തില്ല കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസിൽ ലൈഫിൽ ഞാൻ വരുമെന്ന് ഓർത്ത ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല. ഞാൻ ദുബായിൽ എന്റെ ഫാമിലി, എന്റെ മോഡലിംഗ്, എന്റെ പാജന്റ്, എന്റെ ജോലി വെച്ച് ജീവിച്ച ഒരാളാണ്. പ്രതീക്ഷിക്കാതെ ബിഗ് ബോസിൽ നിന്ന് കോള് വന്നു, കേറി, പിന്നെ ലൈഫ് അങ്ങ് മാറി. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു വെച്ചിട്ട് പോ. അങ്ങനെ പറയാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ആക്ച്വലി പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മിസ് ക്വീൻ കേരള ടൈറ്റിൽ വിന്നർ ആയതുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചതാ ഏഷ്യനെറ്റിൽ. അങ്ങനെ ഒരു കോൾ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കോള് വരുമെന്ന്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു കംഫർട്ട് ലെവലിൽ ഞാൻ ജീവിക്കല്ലേ. പക്ഷേ കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബേബിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ടൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യം. പിന്നെ വിളിച്ചപ്പോ അങ്ങനെ പോയി. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, വിളിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. പലരും സംസാരിക്കുന്നതിൽ ഞാൻ ഈ പലരും ഒരുപാട് പേരിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു, ഞാൻ താല്പര്യം പറഞ്ഞു. എന്തോ ഇന്റർവ്യൂവിനെ വിളിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്പനി ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് കമ്പനി ജോലിക്ക് എടുക്കാനാ? നീ കിട്ടി, നീ ബിഗ് ബോസിലെ ഫൈനലിൽ. ഇതില് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർ കിട്ടാതിരിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊരു ഇവര് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പറയും. ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. ഇവിടെ എന്തിനു വിളിച്ചെന്നാ പറയുന്നത്? ഇന്റർവ്യൂവിനെ വിളിക്കുന്നത്. ഇതൊരു 3000-4000 പേരെ ഒരു വർഷം ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിനെ വിളിക്കുന്നവര് മറ്റേ ഒരുപാട് സൂം അറ്റൻഡ് ചെയ്തിട്ട് രണ്ടാമത് വിളിക്കത്തില്ല. അപ്പോഴേ തീരുമാനിച്ചു ഞാൻ പോകത്തില്ലെന്ന്. അതെ, ഇനി ലാസ്റ്റ് ടൈം വിളിക്കുകയാണെങ്കിൽ കാര്യം അത്രയും ശമ്പളം ഉണ്ടല്ലോ. സിനിമയിൽ അഭിനയിച്ചെന്നെ ശമ്പളം കിട്ടും. ആക്ച്വലി ഇങ്ങനത്തെ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സീസണിലും നമുക്ക് പറയുന്നൊരു എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പോയില്ല. ഏഷ്യാനെറ്റുകാർക്ക് ഭ്രാന്ത ഇവരെയൊക്കെ വിളിച്ച് അവിടെ. അല്ല, നിങ്ങൾ ആരാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടി അവർ ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ രോഹന് 2 ഇന്റർവ്യൂ രോഹൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ അടുത്ത സീസണിൽ രോഹൻ ഉണ്ടാവും. അവർക്കൊരു പ്ലാൻ കാണും. അവർക്ക് അറിയത്തില്ല, അവർക്കൊരു പ്ലാൻ കാണും. അപ്പൊ രോഹൻ ഇപ്പൊ ഈ സീസണ് ഞാൻ എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. സംഭവിച്ചിട്ട് രോഹനെ വിളിച്ചു, ഇന്റർവ്യൂ കഴിഞ്ഞു. അവർ ഇത്തവണ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മേ ബി അടുത്ത തവണ സെലക്ട് ചെയ്യും. 4-5 സീസൺ. ഈ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ മറ്റേ സിസ്റ്റർ അടുത്ത് കന്യാസിന്റെ അടുത്ത് മമ്മൂക്ക ചോദിക്കുന്ന കാര്യമില്ലേ, സിസ്റ്റർക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പോവില്ലേ? അയ്യോ അതൊന്നും സഭ സമ്മതിക്കില്ല. സംഭവിക്കുകയാണെങ്കിൽ പോവും, പക്ഷെ അതുവരെ അല്ലെ കിട്ടുന്നിടം വരെ പ്രശ്നമാണ്. സെറിന് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ എന്തായിരുന്നു താല്പര്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ എനിക്ക് എത്താൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും കുറച്ചു പേരെങ്കിലും ഇതിന്റെ ബയോ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. BB ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസ് റിമൂവ് ചെയ്യും. ഞാൻ ഒരു BBയുടെ ഭാഗമാണ് എന്നുള്ള നിലനിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പലരുണ്ട്. അപ്പോൾ ശരിക്കും എന്താ അത് അഭിപ്രായം? എന്റെ ബയോയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എൻ്റെ ഒരു ചവിട്ടുപടിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ബിഗ് സീറോ തന്നെയായിരുന്നു. ഞാൻ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ബിഗ് സീറോ. ഞാൻ പരസ്യങ്ങൾ അവിടെ ഇവിടെയും ചെറുതായിട്ട് അഭിനയിക്കുന്നു, അതും കട്ട് ചെയ്ത് കളയും. പിന്നെ പടത്തിൽ അവിടെ ഇവിടെയും ചെറിയ റോളുകൾ ചെയ്യും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് ലാസ്റ്റ് എൻ്റെ അച്ഛനൊക്കെ ഇറക്കി വിടുന്നു വരെ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചാൽ നീ ഇതല്ലാതെ വേറെ പണിക്ക് പോടാന്ന് പറഞ്ഞാൽ മൂടാണോ? കാരണം ഞാൻ 5 വർഷം ഓരോ ആഴ്ചയിലും വീട്ടിൽ നിന്നുള്ള എവിക്ഷൻ ആയിരുന്നു. ഞാൻ ആദ്യം നേരിട്ട് എവിക്ഷൻ വീട്ടിൽ നിന്നായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനവിടെ ഗ്യാരേജിൽ ഇങ്ങനെ ഇരിക്കുക. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇനി സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും ആവുന്നുമില്ല, ഒന്നും ആവത്തുമില്ല, വെറുതെ നിങ്ങൾ നിൽക്കണ്ട, നീ വേറെ എന്തെങ്കിലും ഇത്രയും പഠിച്ചാൽ, നീ നല്ല പഠിത്തം പഠിച്ചിട്ടുണ്ട്, നീ പോയി എവിടെയെങ്കിലും ജോലിക്ക് പോയി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വൈൽഡ് കാർഡിനെ കേറ്റും എന്ന് അപ്പോഴും ഞാൻ ആ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബിഗ് ബോസും കൂടെ അതും കൂടി ഇല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം പറഞ്ഞു. അതുകൂടി ഇല്ലെങ്കിലാണ് അതായത് ഏകദേശം ഫെബ്രുവരിയിലാണ് അത് എന്നോട് പറഞ്ഞത്. മാർച്ച് ഞാൻ പറഞ്ഞു ഒരു മാർച്ച് 10-ാം തീയതി കഴിയുമ്പം അറിയാം ഉണ്ടോ ഇല്ലോ എന്ന്. ഞാൻ മാർച്ച് 1 മുമ്പ് വിളിച്ചിട്ട് തീരുമാനമായിട്ടില്ല. ലാസ്റ്റ് ഒരു മാർച്ച് 5-6 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ ഉറപ്പായിട്ട് ഞാൻ ഇപ്പൊ വീട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് മുള്ളൻകൊല്ലിന് മിസ്സായി, അർജുൻ ക്യാരക്ടർ മിസ്സായനെ അല്ലേ? ക്യാരക്ടറൊക്കെ പഠിച്ചു വെച്ചു. ഞാനതൊക്കെ മറന്നു. ഞാനായിരുന്നു അതിനകത്ത്. എനിക്ക് ഇതില് ഏറ്റവും അവസാനം അറിയാൻ സാധിച്ചത് ഇന്നായത് അഖിലായിരുന്നു, സെറിനായിരുന്നു അതിന് ശേഷം. അതെയോ? അപ്പൊ ആദ്യത്തെ പ്ലാനില് കാസ്റ്റിംഗ് വേറെ ഉണ്ടായിരുന്നു? നമ്മൾ ആരും ഇല്ലായിരുന്നു കാസ്റ്റിംഗ്, വേറെ ആൾക്കാർ. ഇത് മലയാളത്തിലെ ഒരു സീനിയർ
അതായത് സ്റ്റാർ കാസ്റ്റ് ഉള്ള സ്റ്റാർ വാല്യൂ ഉള്ള സാറ്റലൈറ്റ് സ്റ്റാർ വാല്യൂ വിലയുള്ള കാസ്റ്റ് തന്നെയാണ്. അല്ല അങ്ങനല്ല അല്ലേ? സിനിമയിൽ നമ്മൾ അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. ഓക്കെ. ഇപ്പം നമ്മളെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. അതേസമയം സിനിമയിൽ ഒരാളുടെ പടം കണ്ടാൽ OTT എടുക്കാൻ സാധ്യതയുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ തുടങ്ങാൻ പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നീട് അത് മുടങ്ങി. പിന്നെ അഭിഷേകിലേക്ക് വരുന്നു. അഭിഷേക് വരുന്നതിന് മുമ്പ് വേറൊരു ഓക്കെ. അത് അവസാന നിമിഷം മാറി. ലാസ്റ്റാണ് അഭിഷേക് ആ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പുതിയ ആൾക്കാരുടെ പരിപാടിയിലേക്ക് അവരും ലോക്കായി. എന്നെയും ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഒരു ഓണപരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് ആ സമയത്ത് സിനിമയല്ല, ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് വീട് വെക്കണം, ഫ്ലാറ്റ് വാങ്ങണം, അല്ലെങ്കിൽ കാർ എടുക്കണം. എൻ്റെ കുറേ ലക്ഷ്യങ്ങൾ, കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓൺലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സിനിമ ഞാൻ ഇന്ന് സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ അടുത്ത ആഴ്ച ഞാൻ പടം അനൗൺസ് ചെയ്യും, പടം ഞാൻ ചെയ്യും. എനിക്ക് അതിനുള്ള ശേഷിയായി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എടുത്തെടുത്ത ആ തിളക്കം കൂടിക്കൊണ്ടിരിക്കേണ്ട കഴിച്ചു. ഞാൻ വരുന്ന സമയത്ത് അകലായിട്ട് അവിടുന്ന് വരുമ്പോ എന്നെ കണ്ണിക്കടിക്കുന്ന ആദ്യം. അതായത് ധ്രുവ മൂട് അല്ല, ഇതിന്റെ റിയാലിറ്റി എന്താണെന്നറിയോ? ഒരു ഈ സ്വർണം ഇടുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണെന്നും പറഞ്ഞ് എൻ്റെ വൈഫ് എന്നെ നിർബന്ധിപ്പിക്കുന്നതാണ് ഈ പരിപാടി. അപ്പം ഇതൊക്കെ അത് അവരുടെ ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും കരുതുന്നതാണ്. അപ്പം ഇതെല്ലാം പർച്ചേസ് ചെയ്യിപ്പിച്ചതൊക്കെ ലക്ഷ്മിയാണ്. റീസെന്റ് ആയിട്ട് മേടിച്ചതാ ഇത് കൈ കിടക്കുന്നതൊക്കെ. അത് ഭാര്യയുടെയും കൂടെ ഒരു ആഗ്രഹത്തിന്റെ. സ്വർണം വാങ്ങുന്നത് അത് അങ്ങനെ ഒരു സ്വർണം വാങ്ങണതാണ്, അത് വാങ്ങിയത് ധരിക്കണമെന്നുണ്ടോ? ധരിക്കണം. ഞാൻ വീട്ടിൽ വെച്ചിരുന്നേ. ഞാനത് ഇപ്പം നമുക്ക് അത്യാവശ്യം സേവിങ്സിന്റെ ഭാഗമായിട്ട് ഗോൾഡൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വെച്ചിരുന്നതാ. ഞാൻ പറയായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടങ്ങ് പറഞ്ഞതാ. അന്നേരം എന്താ പറഞ്ഞത്? അപ്പൊ അത് ആ ഭാഗത്ത് അത് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ സിനിമ ചിന്തിക്കാതിരുന്ന സമയത്ത് ഇത് വന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞോളൂ. ഇപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. കാര്യം സിനിമയിൽ ഞാൻ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ അഭിഷേകിനെ വിളിച്ചു ചോദിച്ചു. അപ്പം അത്യാവശ്യം പരിപാടി കൊള്ളാം, അതായത് ഷൂട്ടിംഗ് പരിപാടി നടക്കുന്നതൊക്കെ കൊള്ളാം. അങ്ങനെ ഒഴിഞ്ഞു മാറിയ പടത്തിൽ ഞാൻ വരുന്നു. പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇവിടെ പറഞ്ഞാണെങ്കിൽ ഇതൊരു ഡെസ്റ്റിനേഷൻ. എന്തുവാടി ഈ ശ്രമങ്ങൾ ഇപ്പോഴും നേരത്തെ പറഞ്ഞു, ഒരു മാർച്ച് 2 വരെ അല്ലെങ്കിൽ 10 വരെ അച്ഛൻ സമയം തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് വേറെ മാറിപ്പോയേനെ എന്നുള്ളത്. എപ്പോഴും നമ്മൾ ശരിക്കും മനസ്സിൽ കാണുന്ന ഒരു സാധനത്തിന് അത് കിട്ടാനൊരു സമയം എടുക്കും, അതിന് സമയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുതെന്നൊരു സാധനമുണ്ട്. ഗിവ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ശരിക്കും? ഇല്ല. ഞാൻ സത്യം പറഞ്ഞ ബിടെക് കഴിഞ്ഞപ്പം വീട്ടുകാരുടെ 1 വർഷത്തെ സമയം ചോദിച്ചത്. ആ 1 വർഷം 2 വർഷമായി. ബിടെക് പഠിക്കാൻ 1 വർഷം സമയം. ബിടെക് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമാ സ്വപ്നത്തിൽ 1 വർഷം സമയം തന്നെ പറഞ്ഞു. അങ്ങനെ 1 വർഷം 2 വർഷമായി, അത് 3 ആയി, 4 ആയി, അത് 5 ആയി കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർ ഭക്ഷണമാക്കിയത്. അപ്പോഴും ഞാൻ വിചാരിച്ചത് വീട്ടുകാർ ഇറക്കി വിടുവാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് നിന്നിട്ട് പിന്നെയും ട്രൈ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതാണ് ബിഗ് ബോസ് അതിലൊരു ചവിട്ടുപടിയായി. അല്ലെങ്കിൽ ഞാൻ ഇത് ഇപ്പോഴും എവിടെയെങ്കിലും തെറ്റിതിരിഞ്ഞ് നടക്കുമോ? ഇല്ലെങ്കിൽ ഈ സിനിമാ സ്വപ്നം മാറുമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത കാരണം പറഞ്ഞിട്ട് അച്ഛനെ കൺവിൻസ് ചെയ്യായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോയിരുന്നത്? ഇല്ല, അച്ഛനെ കൺവിൻസ് ചെയ്ത് 5 വർഷം വരെ പോയി. ഇനിയിപ്പോ 5 വർഷത്തിന് അപ്പുറത്തോട്ട് ഇനി അച്ഛൻ പറഞ്ഞു 27-28 വയസ്സായില്ലേ, പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കഴിപ്പിക്കുന്നത് അത് ഞാനോട് ഉച്ചക്ക് ബീഫ്, ചിക്കന്, അതായത് ഇറച്ചില്ലാതെ പറ്റില്ല. ഇതൊക്കെ ഇരുന്നങ്ങ് തിന്നുക. വീട്ടിൽ നോക്കുമ്പോ ഒരു ഗുണവും ഇല്ല. കഴിക്കാൻ രാവിലെ മറ്റേ റിയാസ് ഖാന്റെ സീൻ ഓർമ്മ വരുന്നത്, ഫിഷ് ഫ്രൈ കിട്ടി വന്നിരിക്കുമ്പോ വൈകുന്നേരം ജിമ്മിൽ പോകുന്നു. അത് എന്റെ വേറെ ലൈഫ്. അതെ, അങ്ങനെ ശരിക്കും അതായിരുന്നില്ല നല്ലത്. നമ്മള് റിസ്ക് പരിപാടി അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വീട്ടുകാർ ഇപ്പൊ രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും പ്രതീക്ഷയിലാണ് ഇതെല്ലാം തന്നു, മുട്ടയും പാലും തന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് രക്ഷപ്പെടില്ലെന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും, ഏകദേശം എന്റെ ഫാമിലിയിൽ എല്ലാവരും മനസ്സിലായി ഞാൻ രക്ഷപ്പെടില്ല. അച്ഛനൊരു ഡയറ്റീഷ്യനാണ്, കറക്റ്റ് പ്രോട്ടീനുള്ള കൊടുക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഫുഡ് മൊത്തം മെയിൻലി തന്നത് അമ്മൂമ്മമാരെ അമ്മ കൂടുതൽ ഇങ്ങനെ തീറ്റിക്കുമല്ലോ. പഴയ വെൽനസ് ക്ലിനിക്കിന്റെ ആളാണ് ഇത്. ഇങ്ങനെ കിട്ടുമ്പോ തന്നെ ഇപ്പൊ പൊതുവെ ഒരുപക്ഷെ എല്ലാവർക്കും എൻട്രിയില് ഓരോരുത്തർ ക്യാരക്ടറിന് അല്ല ഒരു എക്സ്പെക്ടേഷൻ സംഭവം വരും. അപ്പൊ അതുവരെ അത്രത്തോളം കേട്ടുകേൾവി ഇല്ലാത്തൊരു ട്രാക്ക് പിടിച്ചാണ് ശരിക്കും അവിടെ ഒരു എൻട്രി തന്നെ വരുന്നത്. ശരിക്കും ഈ അച്ഛൻ തന്ന ഡേറ്റിന് ഇത്ര കുറവുള്ളൂ. ഞാൻ എന്ത് വിധേയനും ഇതിൽ കയറണം, അതിനൊരു റീസൺ ആയിരുന്നു ശരിക്കും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചത്. അതിപ്പോ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി ചിന്തിച്ചെന്നറിയാവോ, നിനക്ക് ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നീ ഏതാന്നറിയാമോ? പിന്നാരത്തിനകത്ത് ജഗതി ചേട്ടൻ എന്റെ ഭാര്യ കിട്ടിയോളാം, കിടക്കാൻ എന്റെ ഭാര്യ കിട്ടിയോളാം. വെളിയിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് ഇവനെ അഭിഷേകനെ ഈ ദശിടി പൂത്തിനകത്ത് ഇരുത്തിട്ട് റിയാസിനെ ആരെങ്കിലും ഇരുത്തണം.
പിന്നെ ഇയാളൊരു ഫ്രണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയി. ഇവരൊക്കെ ഫ്രണ്ട്സ് ഇതാണ് നിഷ്പക്ഷത കളിച്ചു പെട്ടെന്ന് അല്ലേ? നമുക്ക് അഭിപ്രായമുണ്ട്. തമാശ ശരിക്കും അതായിരുന്നല്ലോ പറഞ്ഞാൽ സത്യം. ഫ്രീ ടൈം ഉണ്ടല്ലോ, ആ ഫ്രീ ടൈമിൽ നമ്മളുടെ ഒരു എന്റർടൈൻമെന്റ് ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇതൊക്കെ ആയിരുന്നു. അപ്പോഴത്തെ നമ്മുടെ എന്റർടൈൻമെന്റ് ഇതൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് എന്റർടൈൻമെന്റ് ഇതാണോ എന്റർടൈൻമെന്റ്? entertainment ആയിരുന്നു ശരിക്കും എനിക്ക്. സത്യം വേറെ പറഞ്ഞാൽ വേറെ മനുഷ്യരെ നെഞ്ചത്ത് എനിക്ക് ഇത്തരം രസങ്ങളൊക്കെയാണ് എന്റെ entertainment. ഇവനൊരു സൈക്കോ ആയിരുന്നല്ലേ? അപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോ അവര് ചോദിച്ചു നിനക്ക് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ എനിക്ക് നേരത്തെ വ്യത്യാസം ഞാനത് പറഞ്ഞപ്പോ അവർക്ക് ഇംപ്രസ് ആയി, അവർക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യം ഉണ്ടാവും. യെസ്, എന്താണാവോ? BB7 എന്നുള്ള തന്നെയാണ് അല്ലേ? കാണാറുണ്ടോ? ആരും കാണാതെ അറ്റമൂലയൊക്കെ കാണും. അങ്ങനെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും കാണുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ സീസൺ ഒട്ടും കണ്ടിട്ടില്ല. അതായിരിക്കുന്നു. എങ്ങനെ കാണും? അതെങ്ങനെ കാണുന്നൊരു പറച്ചില്ല. അങ്ങനെ ലൈവില് സപ്പോർട്ട് ഒക്കെ ചെയ്തു. താങ്ക് യു. ഇവനെ വന്നപ്പം ഇവൻ ഇച്ചിരി കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ ഇവനെ കാണുന്നില്ല. ഈ ക്യാമറകൾക്കിടയിൽ ഇപ്പൊ ഇപ്രാവശ്യം അങ്ങനെ ആരാണ് ഇത്രയും അധികം ക്യാമറകളുണ്ട്, ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും അനുമോള് തന്നെയാ ഇപ്പൊ. ഞാനിങ്ങനെ കുറെ പേരെ കാണുന്നുണ്ട് കേട്ടോ. സത്യം ഞാൻ യൂട്യൂബില് കയറിയിട്ട് ജസ്റ്റ് നോക്കും എന്താ പരിപാടി നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാരെയും കാണുന്നുണ്ട്. അനീഷ്, മറ്റേ നമ്മൾ ഷാനവാസ്, അനുമോളെ, അക്ബറെ, അപ്പാനിയെ, എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇത് കണ്ടിട്ട് ഇഷ്ടം ആര്യന, ജിസൈല ഇവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു രീതിയിലും ആസ്വദിക്കാനും കഴിയുന്നില്ല. ഭയങ്കര ഡ്രാമയായിട്ട് ഫീൽ ചെയ്യുന്നു, കുക്ഡപ്പായിട്ട് ഫീൽ ചെയ്യുന്നു. നാച്ചുറലി സംഭവിക്കണം. ഞാൻ എപ്പോഴും ഇത് എന്താന്ന് വെച്ചാൽ ഒരു മിക്ക ആൾക്കാർക്ക് ബിഗ് ബോസ് എന്താന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇവർ ബിഗ് ബോസ് കാണുന്നതേ ഉള്ളൂ. ബിഗ് ബോസിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഐഡിയ ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടാൻ വളരെ ഈസിയാ, പക്ഷെ അത് അവർക്ക് അറിയുന്നില്ല. ഈ പലപ്പോഴും ഇമിറ്റേറ്റിംഗ് ആയി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു സിലബസ് ആയി കണ്ടും അല്ലെങ്കിൽ ഈ രീതിയിലേക്കാണ് അവിടെ പോകേണ്ടതും കുറെ ക്യാരക്ടേഴ്സ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ട്രാക്ക് ഇഷ്ടം പിടിച്ച ക്യാരക്ടേഴ്സ് അതിലുണ്ടായിരിക്കാം. ഇത് അതേ സ്ട്രാറ്റജി പിടിച്ചു പോയവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടം കിട്ടിക്കോളുന്നില്ല. ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഇവരുടെ വിചാരം വഴക്ക് ഉണ്ടാക്കേണ്ടതല്ല, അത് ഉണ്ടാവേണ്ടതാണ്. ഒരു പർട്ടിക്കുലർ കാരണങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനാണ് നമ്മൾ വഴക്കെന്ന് പറയുന്നത്. അത് ഒച്ചത്തിൽ സംസാരിക്കാം. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ സീസണിൽ ഞാൻ ഷൗട്ട് ചെയ്തിട്ടുള്ള ഓരോ മൊമെൻറ്റുകളും എടുത്തു നോക്കണം. ഞാൻ എൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ എതിർക്കുന്നത് മുഴുവൻ വിഷയങ്ങളെയാണ്. ഞാൻ ഇന്നു വരെ വ്യക്തികളെ എതിർത്തിട്ടില്ല, പ്രസ്ഥാനങ്ങളെ എതിർത്തിട്ടില്ല. ആ പർട്ടിക്കുലർ വിഷയത്തെ ആയിരിക്കും ഞാൻ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. അത് എന്നോടുള്ള കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് ശ്രുതിലക്ഷ്മിയും എല്ലാവരും എല്ലാം ബന്ന് ഫുഡ് എടുത്തൊരു വിഷയം വന്നേ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കഴിച്ച ചോറ് ഞാനെന്തോ ഇച്ചിരി കൊണ്ട് കളഞ്ഞു എന്നങ്ങാണ്ട് പറഞ്ഞു. ആ പനിയും പിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എനിക്കൊരു വക കഴിക്കാൻ പറ്റാതെ തൈര് മാത്രം കഴിച്ചാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും, ഞാൻ പണ്ടേ ചിക്കൻ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് എരിയുള്ള ഒരു സാധനങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ BBയിൽ ആകെ ഫുഡെന്ന് പറയുന്നത് ചോറും തൈരും മാത്രമാണ്. വേറെ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 2 ചപ്പാത്തിയും ഒരു ഇച്ചിരി ജാമും. ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പനി പിടിച്ച് കിടന്നപ്പോഴത്തേക്ക് ഒരു പിടി ചോറ് വേസ്റ്റ് ആയിട്ടത് കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു റീസൺ പറഞ്ഞു. അതെനിക്ക് ഇമോഷണലി, അതായത് ഞാൻ ചിന്തിച്ചെന്നറിയാമോ, ഈ പറഞ്ഞ ആൾ എത്രത്തോളം അല്പനായിട്ട് പുറത്ത് മാറും. എനിക്ക് അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ദേഷ്യം വന്നത്. നമ്മളെ വിമർശിച്ചാൽ എനിക്കത് ഭയങ്കര കൈയടി പുറത്ത് കിട്ടുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ വിമർശനം എൻ്റെ നേർക്ക് ഉന്നയിച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ എന്താ കഴിക്കുന്നതെന്നൊക്കെ. അപ്പം അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അതാണ് അടുത്തിരുന്ന് എന്തോ വലിച്ചു പറിച്ച് ഞങ്ങൾ. അപ്പം അത് കാണുന്ന ജനത്തിനറിയാം, ജനം ആഗ്രഹിക്കുന്നത്. ഞാനവിടെ മിണ്ടാതിരുന്ന ജനം പറയും, അടിച്ചവളന്മാരെ ചെവക്കല്ല് പൊട്ടിക്കണമെന്ന് പറയും. ഇത് കാണുന്ന ആൾക്കാർ പറയുന്ന ആഗ്രഹമാണ്. അതുപോലെ ലാലേട്ടൻ വന്നിട്ട് നമ്മളോട് എതിർത്ത് സംസാരിക്കുക, കണ്ടസ്റ്റൻറ്റുകളോട് ലാലേട്ടൻ തിരിച്ച് സംസാരിക്കും. അപ്പോൾ ഇത് കാണുന്നൊരു ഓഡിയൻസ് പറയും, അതെന്തോ ലാലേട്ടൻ അഖിലിനെ പറയേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ മറ്റവന്മാരെ പറ, അല്ലെ മറ്റവനെ പറ, മറ്റവനല്ലേ തെറ്റ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അവരവിടെ ലാലേട്ടനെ കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സത്യത്തെയാണ്. അപ്പം ലാലേട്ടൻ സത്യത്തിനൊപ്പം നിന്ന് സംസാരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ലാലേട്ടനെ എതിർത്ത് സംസാരിക്കും. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൈകിട്ടുന്ന ലാലേട്ടനാണ്. കാര്യം പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് അനുസരിച്ചിട്ടാണ് BBയുടെ അണിയറ പ്രവർത്തകർ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. ആരും വിചാരിക്കും ഞാൻ ലാലേട്ടനോട് ഇങ്ങനെയൊക്കെ കാണിക്കണം എങ്കിലേ ഞാൻ ഭയങ്കര ഹീറോ ആവത്തുള്ളൂ. കാര്യം അഖിൽമാരാർ ഒരു സീസണിൽ മറ്റേ ബാഡ്ജ് എടുത്ത് ലാലേട്ടൻ മുന്നേ എറിഞ്ഞിട്ട് പോയപ്പോൾ പുള്ളി ഭയങ്കര ഹീറോ ആയി. ഞാൻ എറിഞ്ഞിട്ട് പോയത് സാഗറിനോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ടും ഒറ്റയ്ക്ക് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാപ്പ് പറയില്ല എൻ്റെ സ്റ്റാൻഡായിട്ട് എടുത്ത് നിന്നപ്പം അത് പറഞ്ഞെങ്കിലേ ബാഡ്ജ് കെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം.
പക്ഷേ അതേസമയം അത് ആ ശരി അപ്പം ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ, അവർ പറയും അതിന് അയാളെന്തിനു മാപ്പ് പറയണം, അയാളെന്തിനു മാപ്പ് പറയണം, അയാളാണ് ശരി. ഞാൻ പറയുന്നത് അഖിലിനെ അല്ല അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ എടുത്ത നിലപാടിൽ ആ ശരികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആ ശരിക്കാണ് കൈ കിട്ടുന്നത്. ഇത് ആര്യൻ ചെയ്ത തെറ്റ് ചെയ്തിട്ട് ലാലേട്ടനോട് എതിർത്ത് കഴിഞ്ഞാൽ നാട്ടുകാർ അവനെടുത്ത് കൊടുക്കും. കാരണം അവൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാലേട്ടനെന്നല്ല ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആരും ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞ വിഷയമോ നമ്മളെടുത്ത വിഷയവും ശരിയാണെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് ഉറച്ച് നീ. ഇന്നലെ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞു, ഓപ്പണായിട്ട് എന്ന് പറ. എന്തിനാണ് അതിനകത്ത് കരയേണ്ട കാര്യം? രാജ്യം പോയി കരഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കൊണ്ടിറങ്ങിയപ്പോൾ. മഹാപരാധമല്ലോ, ബലാത്സംഗം ഒന്നുമല്ലല്ലോ ചെയ്ത്, ഉമ്മയല്ലേ കൊടുത്തത്. കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല, ലാലേട്ടൻ കൊടുത്തെന്ന് പറയാൻ ഈ കൊടുത്തില്ലെങ്കിലും കൊടുത്തെന്ന് പറയാം, ഇത് ക്രെഡിറ്റ് ഇരിക്കേണ്ടത്. അല്ല ഈ ഇത്തരം സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് വന്ന സമയത്ത് അതിൽ വന്ന കമന്റുകൾ ഒന്ന് ഇതായിരുന്നു, ഇതുമായി കണക്ട് ചെയ്തിട്ടായിരുന്നു. രണ്ടുപേർക്ക് അവരുടെ താല്പര്യത്തോട് കൂടിയിട്ട് ചെയ്യുന്നതില് ഞാൻ രാവിലെ ഇന്റർവ്യൂലും പറഞ്ഞു അവര് സെക്സ് ചെയ്തോട്ടെ, എന്താ പ്രശ്നം? ബീബി അത് കാണിക്കത്തില്ലല്ലോ. ഇത് നമ്മുടെ കാണിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും ഈ ബിഗ് ബോസിന്റെ തന്നെ നമ്മുടെ സീസണിൽ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. ഇല്ല അല്ല സെറീന, ഇത് സ്മോക്കിംഗ് റൂമിലെ പലതും കാണിച്ചിട്ട് പിന്നെ സ്മോക്കിംഗ് റൂമിൽ വേറെ പരിപാടി നടക്കുമല്ലോ. സ്മോക്കിംഗ് കാണിക്കാതിരിക്കുന്നതല്ല, പക്ഷെ പെട്ടെന്ന് സെറീനക്ക് അത്ര വിഷമമായ കരുതി ഇതൊക്കെ പുറത്തു വന്നിരേണ്ടതായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം എന്തായിരുന്നു? ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ശരിക്കും കുറെ സാധനങ്ങൾ കട്ട് ചെയ്തായിരിക്കും വിടുന്നത്, നമ്മൾ അറിയില്ല, നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. എന്റെ വീട്ടുകാര് എന്റെ ഫാമിലി റൗണ്ട് എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വീട്ടുകാർ പറഞ്ഞു പക്ഷേ കുറച്ചുകൂടെ അത് പ്രശ്നമുണ്ടായി, കുറച്ചുകൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇവിടെ കുപ്പി അവിടെ വെച്ചില്ല എന്ന് പറഞ്ഞ അടി ഉണ്ടാകുന്നത് എന്നെ അതിന് കിട്ടില്ല. നല്ല നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു നട്ടല് വേണം, ആ നട്ടലുണ്ടെങ്കിലേ ഞാൻ അവിടെ അതിൽ ജനങ്ങൾക്ക് കാണുമ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് തോന്നുന്നു. എപ്പിസോഡിൽ വന്നിട്ടുണ്ട്, അത് എന്റെ അനിയത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടൊരു പറ്റിയ പ്രശ്നം അറിയാമോ, സീസൺ 4 എന്ന് പറയുന്നത് ഭയങ്കര എന്ന് വെച്ചാൽ ലൈവായിട്ട് ഇവരെല്ലാവരും ഭയങ്കര ക്ലാഷും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നിലനിന്നൊരു സീസൺ ആയിരുന്നല്ലോ. സീസൺ 5 ഒരു ലൈവ് കാണുമ്പം യൂട്യൂബിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സീസൺ 5 മോശം ഷോ ആയിട്ട് തോന്നും. കാരണം ഇവർക്ക് ഫുൾ ടൈമിന് റിവ്യൂ ചെയ്യാൻ ഞങ്ങൾ ആരും ഒന്നും കൊടുക്കാറില്ല, കാര്യം ഇവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഞങ്ങൾ അകത്ത് പോയേക്കുന്നത്. ഇവിടെ യൂട്യൂബിൽ നിന്ന് ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ പറയുന്ന ഒരാൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനാണോ ഞാൻ അകത്തിരിക്കുന്നത്? അല്ല, എനിക്ക് സംസാരിക്കണം തോന്നുമ്പോഴേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതുപോലെ ഞങ്ങളുടെ പല മത്സരാർത്ഥികൾക്ക് അതേ ഉള്ളൂ. അതുകൊണ്ട് അവരിൽ കുറച്ച് വരുന്നിട്ട് സീസൺ 5 ഞങ്ങൾക്ക് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഈ സീസൺ 5 പൊതു പ്രത്യേകത സത്യസന്ധമായി പറഞ്ഞാൽ ബിഗ് ബോസ് അതുവരെ കാണാതിരുന്ന വലിയൊരു ഓഡിയൻസ് ബിഗ് ബോസ് കണ്ടു. കാരണം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു ഓഡിയൻസിന് അവർ ആസ്വദിച്ചിരുന്ന ചില എലമെന്റുകളുണ്ട്, ഈ വഴക്ക്, അടി, ഷൗട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നല്ല എന്റർടൈനിങ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള കണ്ടന്റുകൾ നിങ്ങൾ എടുത്ത് നോക്കും യൂട്യൂബിൽ. എന്റർടൈൻമെന്റ് ഏറ്റവും കൂടുതൽ മില്യൺസ് വ്യൂസിൽ റിപ്പീറ്റ്, അതായത് ഇപ്പോഴും ഇൻസ്റ്റയിൽ എന്നെ മെൻഷൻ ചെയ്ത് എത്രയോ പേര് ഇടുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് നല്ല രസമാണ്. അപ്പം ഞാനും ഭയങ്കര വഴക്കുണ്ടാക്കി ഞാനും ജുനൈസും ഒക്കെ ജയിലിൽ കിടക്കുന്ന സീനൊക്കെ എന്ത് രസമാണെന്നറിയോ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ അതങ്ങനെ അത് കാരണം അതിനകത്തൊരു ആസ്വാദനത്തിന്റെ എലമെന്റ് കൂടി ഉണ്ടാവുമ്പോഴാണ് ഇതിന് ഭംഗി വരുന്നത്. അടുത്ത പോയിന്റ് എടുക്കാം അഭിഷേക്, സീസൺ 6 മികച്ച സീസൺ 6 എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് വരുന്ന റോള് ഓർമ്മിപ്പിക്കല്ലേ ഒരു കുഴപ്പമില്ല. സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്തായാലും ഇപ്പൊ മനസ്സിൽ വന്നാ പറയാൻ വന്ന സീസൺ 6 എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നതിന് പേര് റോഹിനി ചോദ്യം ഇപ്പൊ ചോദിച്ചല്ലോ. സീസൺ 6 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ എന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇത് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരപ്പോഴേ കഴിഞ്ഞ 4-5 FIR എടുക്കും. ഒരു മാസത്തിനിടയിൽ വീണ്ടും 5 FIR. ഞാൻ പറയുന്നതിന് മുമ്പേ അവരിലേക്ക് അത് എത്തും. അല്ല, എനിക്കറിയത്തില്ല കേട്ടോ. സീസൺ 6 പേഴ്സണലി ഒരുപാട് ഓഡിയൻസിന് വർക്കാവാത്തൊരു സീസണാണ്. ഇഷ്ടപ്പെട്ടവരും കാണും, വ്യത്യസ്ത തലങ്ങളാണ്, സിനിമ പോലെ തന്നെ. ഞാൻ അങ്ങനെ സീസൺ 5 ബെസ്റ്റ് ഒന്നും അങ്ങനെ ഒരിക്കലും പറയത്തില്ല. സീസൺ 4 ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഗംഭീര സീസൺ ആയിട്ട് വന്നിട്ടുള്ളത്.